സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, അപകടങ്ങൾ പതിയിരിക്കുന്നതിൻ്റെ ചുറ്റുപാടിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളും സ്ത്രീകളും പോലും സുരക്ഷിതരല്ല. ഏത് സമയത്തും ആക്രമിക്കപ്പെടുകയോ വഞ്ചിക്കപ്പെടുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യാൻ വളരെയധികം സാധ്യതകളുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെയൊക്കെ നമ്മൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റുകൾ വേണ്ട നിർദ്ദേശങ്ങളും സംരക്ഷണത്തിന് വേണ്ടിയുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ ശരിയായ സംരക്ഷണം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, സർവശക്തനായ ദൈവത്തിൽ നിന്നും മാത്രം. സങ്കീർത്തനങ്ങൾ 121 അധ്യായം 7-8 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കർത്താവ് നിന്നെ സകല ദോഷങ്ങളിൽ നിന്നും കാക്കും, അവിടുന്ന് നിൻ്റെ പ്രാണനെ കാക്കും. കർത്താവ് നിൻ്റെ പോക്കും വരവും ഇന്നു മുതൽ എന്നേക്കും കാക്കും. ഇത് നമുക്കുള്ള ദൈവവാഗ്ദത്തമാണ്. ദൈവത്തിൽ ആശ്രയിക്കാൻ അത് നമ്മെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവം നമ്മെ സംരക്ഷിക്കുന്ന നിരവധി മാർഗങ്ങളുണ്ട്. ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ് അത്. ഓരോ ദൈവമക്കളെയും സംരക്ഷിക്കുവാൻ ദൈവം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. സങ്കീർത്തനം 34 അധ്യായം 7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നാം ജീവിക്കുന്ന ലോകത്തിൽ തിന്മ നിലനിൽക്കുന്നുണ്ട്. നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ എതിരാളിയുണ്ട്, സാത്താൻ അഥവാ പിശാച്. യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു ഭാഗം ഇപ്രകാരമാണ്: ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദൈവിക സംരക്ഷണം ലഭിക്കുവാൻ നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടാൻ കഴിയുന്ന ശക്തമായൊരു മാർഗമാണ് പ്രാർത്ഥന. തൻ്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു. ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും കൂടെ അഥവാ ദൈവ പൈതലിൻ്റെയും കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന വാഗ്ദത്തം നമ്മുടെ കർത്താവ് നൽകിയിട്ടുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ട് എന്ന് സ്വർഗാരോഹണത്തിന് തൊട്ട് മുൻപ് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് ഉറപ്പു നൽകി. അത് നമുക്കും ബാധകമായി തന്നിരിക്കുന്നു. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. റോമർക്കെഴുതിയ ലേഖനം 8 അധ്യായം 27 വാക്യം. നമ്മുടെ സംരക്ഷണത്തിനായി ദൈവം ഭരണാധികാരികളെ നിയമിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടവരാണ്. ബൈബിൾ പ്രകാരം പറയുന്നു: സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം. 1 തിമോഥെയോസ് 2:2. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലങ്ങളെ നേരിടുവാൻ നമുക്ക് കഴിയും. ഒന്നും പ്രതികൂലമല്ല. ദൈവം നമ്മെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഈ അറിവ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവം നൽകുന്ന സംരക്ഷണത്തിന് മനുഷ്യൻ എന്ത് പകരം കൊടുക്കും, എന്ത് പ്രതിഫലം കൊടുക്കും? എന്തു കൊടുത്താലും അത് പര്യാപ്തമല്ല. 91 സങ്കീർത്തനം ദൈവിക സംരക്ഷണത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലാം. എബ്രായ ലേഖനം 4 അധ്യായം 16 വാക്യപ്രകാരമാണ് നമുക്ക് ഈ നിലയിൽ ധൈര്യം നൽകുന്നത്. ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. സർവശക്തന്റെ